ഹേ ഗായ്സ്, ബീസ് പാലസ് നെറ്റ്ഫ്ലിക്സിലൂടെ പുറത്തിറങ്ങിയ ഏറ്റവും പുതിയ കൊറിയൻ സീരീസാണ് ബീസ് പാലസ്. അതായത് ഇതിൻ്റെ ട്രെയിലറൊക്കെ വന്ന സമയത്ത്, ട്രെയിലർ മാത്രമല്ല ടീസർ വന്ന സമയത്തൊക്കെ ഭയങ്കര ഹൈപ്പായിരുന്ന സീരീസാണ്. അതായത് എനിക്കൊന്നും ദി ആൽഗമി ഓഫ് സോൾസോ അല്ലെങ്കിൽ ടീച്ച് ലെസണോ ഇത് വന്നപ്പോൾ പോലും ഇത്ര ഒരു ഹൈപ്പ് ഉണ്ടായിരുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഡാർക്ക് ഫാൻറ്റസി ഡ്രാമയാണ്. അതായത് ഒരു ഹിസ്റ്റോറിക്കൽ ടൈം പീരീഡ് ആണ്. ജോസോൺ ഡൈനസ്റ്റിയിലാണ് ഈ കഥ നടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ട്രെയിലറൊക്കെ കാണിക്കുന്ന വിഷ്വൽസ് ഒക്കെ എന്ന് വെച്ചാൽ അത്രയും സ്റ്റണ്ണിങ് ആണ്. കിടിലം സിനിമാറ്റോഗ്രാഫിയാണ്. അതായത് ഫുള്ളൊരു ഡാർക്ക് ഷെയ്ഡൊക്കെ കൊടുത്തിട്ടുള്ള അങ്ങനത്തെ അടിപൊളി വിഷ്വൽസ് ആണ്. അപ്പോൾ എന്തായാലും ഇത് കാണുമ്പോൾ എന്തായാലും ഒന്ന് കാണണം, അങ്ങനത്തെ ഒരു എക്സൈറ്റ്മെൻറ്റ് നമുക്ക് ഈ ട്രെയിലറും ടീസറും കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ നെറ്റ്ഫ്ലിക്സിൽ നോട്ടിഫിക്കേഷൻ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഓരോ എപ്പിസോഡ് വെച്ചിട്ടേക്ക് വരുന്നത്. പക്ഷേ 8 എപ്പിസോഡുകൾ ഒറ്റയടിക്ക് ഒരു ദിവസം, അതായത് 17-ാം തീയതി തന്നെയാണ് റിലീസ് ചെയ്തത്. അപ്പോൾ ഞാൻ ഒറ്റയടിക്ക് ബിഞ്ച് വാച്ച് ചെയ്തു. നാം ജൂ ഹോക്കാണ് ഈ സീരീസിൻ്റെ നായകൻ. അതായത് പുള്ളിയുടെ മറ്റ് സീരീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ വിജിലാൻറ്റി, അതാണ് അത്യാവശ്യം നൈസായിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന വേറെ സീരീസ്. പിന്നെ ദ ഗ്രേറ്റ് ബാറ്റിൽ എന്ന് പറഞ്ഞ സിനിമ, അതൊക്കെയാണ് പുള്ളിയുടെ മറ്റു വർക്കുകൾ. അപ്പോൾ ദ വിജിലാൻറ്റിയൊക്കെ നല്ല രസമാണ്. അതായത് പറഞ്ഞൊരു ഡെയർ ഡബിൾ അങ്ങനത്തെ രീതിയിൽ, അതായത് പോലീസ് ആൻഡ് വിജിലാൻറ്റി അറ്റ് ദ സെയിം ടൈം, അത്യാവശ്യം കുഴപ്പമില്ല, നല്ല രീതിയിൽ കണ്ടിരിക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു ഹോപ്പും കൂടി എനിക്കുണ്ടായിരുന്നു. ഇതിൻ്റെ കഥ തുടങ്ങുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രൗൺ പ്രിൻസിൻ്റെ മരണം കാണിച്ചിട്ടാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാജാവിൻ്റെ അടുത്ത ഏത് മകനാണോ രാജാവാൻ പോകുന്നത്, രാജാവിൻ്റെ മരണശേഷം ആ മകനായിട്ടുള്ള ക്രൗൺ പ്രിൻസ് പുള്ളിക്കാരൻ മരിക്കും. അപ്പോൾ ആ ഒരു അതിൻ്റെ ഒരു ഫ്യൂണറൽ ചടങ്ങ്, അതിനെ തുടർന്ന് ഉണ്ടാകുന്ന കൊട്ടാരത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതൊക്കെ കാണിച്ചിട്ടാണ്. അപ്പോൾ രാജാവും ക്വീൻ റീജൻ്റ് ആയിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അതൊക്കെ കാണിച്ചിട്ടാണ് തുടങ്ങുന്നത്. പക്ഷേ ഈ രാജാവ് ഒരിക്കലും ഇത് പുള്ളി ഇങ്ങനെ മരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദുരാത്മാവ് ബാധിച്ചിട്ടാണ്. അതാണ് ഇതിൻ്റെ ഫുൾ ടീം എന്ന് പറയുന്നത്. സ്പിരിറ്റ് റെലം, ദുരാത്മാക്കൾ, അങ്ങനത്തെ ക്രീച്ചേഴ്സ്, അങ്ങനത്തെ ഫുൾ അറ്റ്മോസ്ഫിയർ ഞാൻ പറഞ്ഞല്ലോ, ഡാർക്ക് ഫാൻറ്റസിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരുപാട് ക്രീച്ചേഴ്സും സ്പിരിറ്റ്സും അതൊക്കെ ഉണ്ടാവും. അപ്പോൾ പക്ഷേ രാജാവ് ഒരിക്കലും ഇത് സമ്മതിക്കില്ല. ഇതുകൊണ്ടാണ് മരിച്ചത് എന്നുള്ള ആ ഒരു കാര്യം പുള്ളിക്കാരൻ അഡ്മിറ്റ് ചെയ്യില്ല. കാരണം പുള്ളി എന്ന് വെച്ചാൽ ഭയങ്കര ഒരു ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു രാജാവാണ്. പക്ഷേ ക്യൂൻ റീജൻ എന്ന് വെച്ചാൽ പുള്ളിക്കാരി എങ്ങനെയല്ല, പുള്ളിക്കാരിക്ക് അറിയാം ഇത് ആത്മാവ് കയറി തന്നെ മരിച്ചാണ്. കാരണം ഒരാളുടെ കേസിനകത്ത് തന്നെ എന്താ പറയുക, ഇപ്പോൾ ഒരു ആളുടെ മേത്ത് ആത്മാവ് കയറാൻ നമ്മൾ സിനിമകളും സീരീസിലും കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഇവിടെ നിന്ന് ഇങ്ങനെ വെയിൻസ് ഇങ്ങനെ കട്ട് ചെയ്ത് കയറണ അത് കാണിച്ചിട്ട്, അപ്പോൾ പുള്ളിയുടെ ഫേസിനകത്ത് പുള്ളി മരിച്ചു കിടക്കുമ്പോൾ തന്നെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. പക്ഷേ രാജാവ് ഒരിക്കലും ഇത് അക്സെപ്റ്റ് ചെയ്യില്ല. കാരണം പുള്ളി ഭയങ്കര ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ആളാണ്. അത് മാത്രമല്ല, ഇത് ഇങ്ങനെ സ്പിരിറ്റ് കയറിയിട്ടാണ് തൻ്റെ മകൻ മരിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയുടെ റോയൽ ബ്ലഡ് ലൈൻ, അതായത് ആ കിങ്ഡത്തിന് തന്നെ ഒരു നാണക്കേടാണ്. അങ്ങനെ വിചാരിക്കുന്ന ഒരു പ്രത്യേക ടൈപ്പ് ഒരാളാണ് ഈ ഒരു രാജാവ് എന്ന് പറയുന്നത്. അപ്പോൾ മനുഷ്യർക്കെന്നല്ല, പ്രേതങ്ങൾക്ക് ഒന്നിനും തൻ്റെ ബ്ലഡ് ലൈനെ തൊടാൻ പോലും പറ്റില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു ടൈപ്പ്, അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് പുള്ളി. മാത്രമല്ല പുള്ളി ഇതേപോലെ ഈഗോയിസ്റ്റിക് മാത്രമല്ല, വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറും കൂടിയാണ്. അത് കണ്ടുകൊടുമ്പോൾ നമുക്ക് മനസ്സിലാവും. പിന്നീട് പുള്ളിയുടെ ഇളയ മകനും പൊസസ്ഡ് ആവും. അതുപോലെ തന്നെ സ്പിരിറ്റ് കയറിയിട്ട് പൊസസ്ഡ് ആയി ഓൾമോസ്റ്റ് ബീങ് ഡെഡ് അങ്ങനെ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ അക്സെപ്റ്റ് ചെയ്യും. ലാസ്റ്റ് പുള്ളിക്കാരൻ പോയി 30 വർഷങ്ങൾക്ക് മുമ്പ് ഇതേപോലെ ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്ക് ഓൾറെഡി അറിയാം, പക്ഷേ പുള്ളി ഈഗോയിസ്റ്റിക് ആയതുകൊണ്ട് സമ്മതിക്കാത്തതാണ്. അപ്പോൾ പുള്ളിക്കാരൻ 30 വർഷം മുമ്പ് ഇത് ഒളിപ്പിച്ച ഒരു മങ്കിനെ അന്വേഷിച്ചില്ല. അപ്പോൾ മങ്ക് പറയും, ഇപ്പോൾ എനിക്ക് ഈ സ്പിരിറ്റ്സ് ആയിട്ട് ഫൈറ്റ് ചെയ്യാനുള്ള സ്ട്രെങ്ത് ഇല്ല, പക്ഷേ ഞാൻ എനിക്ക് ഒരാളെ പരിചയപ്പെടുത്തരാന്ന് പറഞ്ഞ് കാണിക്കുക. അതാണ് നമ്മുടെ നാൻജു ഹോക്ക് നായകൻ. പുള്ളി എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഒരു ഷാമാനാണ്. ഷാമാൻ എന്ന് വെച്ചാൽ പുള്ളി ബോൺ ഷാമാൻ അല്ല, അതായത് പുള്ളിയുടെ മദർ ഒരു ഷാമാനായിരുന്നു. അപ്പോൾ ഒരു ഗോഡസ്, ഒരു ദേവി പുള്ളിക്കാരനെ ശപിച്ച് പുള്ളിക്കാരി വെള്ളത്തിൽ വീണാണ് മരിക്കുന്നത്. ആ മരിക്കുന്ന സമയത്ത് പുള്ളിയുടെ വയറ്റിൽ നമ്മുടെ നായകനുണ്ടായിരുന്നു. 15 മിനിറ്റോളം പുള്ളിക്കാരി വെള്ളത്തിൽ കിടന്നാണ്, എന്നിട്ടും അവൻ മരിച്ചില്ല. അപ്പോൾ അങ്ങനെ ജന്മനാ പുള്ളിക്ക് വെള്ളത്തിൽ കൂടുതൽ നേരം കിടക്കാനുള്ള ശക്തി കിട്ടിയിട്ടാണ് പുള്ളി ഓൾറെഡി വരുന്നത്. ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്പിരിറ്റ്സിനൊക്കെ ആത്മാക്കളെ ഒഴിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ പോയി യൂഷ്വൽ മെത്തേഡാണ്. അതായത് നമ്മുടെ ഹീറോ പുള്ളിക്കാരൻ പോയി വെള്ളത്തിൽ കിടക്കണം. നാംജൂക്ക് പുള്ളിക്കാരൻ പോയി വെള്ളത്തിൽ ഇങ്ങനെ കിടക്കണം. അതായത് നമ്മുടെ ദിഗംബരൻ ചെയ്യണ ആ സെറ്റപ്പിൽ അതേപോലെ വെള്ളത്തിൽ കിടക്കണം. അത് പുള്ളിക്ക് ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ, പുള്ളിക്കാരി ജന്മനാ ഈ ശക്തി കിട്ടിയിട്ടുണ്ട്, അതൊരു പരിധി വരെ. പക്ഷേ പുള്ളി ഇമ്മോർട്ടലൊന്നുമല്ല, പ്രത്യേകിച്ച് എക്സ്ട്രാ പവേഴ്സ് ഒന്നുമില്ല. പക്ഷെ പുള്ളിക്ക് വെള്ളത്തിൽ കിടക്കുന്ന സമയത്ത് പുള്ളിക്കാരന് ഈ സ്പിരിറ്റ്സിൻ്റെ വെള്ളത്തിലോട്ട് പോകാൻ പറ്റും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ശരിക്കും എക്സാക്ട്ലി നമ്മുടെ സ്ട്രേഞ്ചർ തിങ്സിൽ നിന്ന് കോപ്പി അടിച്ചൊരു അപ്സൈഡ് ഡൗൺ ആ സെറ്റപ്പ് എക്സാക്ട്ലി അത് തന്നെ കോപ്പി അടിച്ച് വെച്ചേക്കാണ്. അപ്പോൾ ഇതിനകത്തോട്ട് പോയി അവിടെ ചെന്ന് നമ്മുടെ വെക്നേനൊക്കെ കാണിക്കുന്നുണ്ട്. വെക്നയല്ല ഞാൻ പറഞ്ഞത്, വെക്നേനൊക്കെ അതേപടി കോപ്പി അടിച്ച്, പക്ഷേ ഫുൾ ബഡ്ജറ്റിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ അതായത് ഈ മരത്തിൻ്റെ പേരിൽ റൂട്ട്സ് പോലെ കയ്യെ കൊന്ന അങ്ങനത്തെ ഒരു ബീയിങ് ഓൾമോസ്റ്റ് വെക്ന തന്നെ കോപ്പി അടിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ കാണുന്ന ഞാൻ പറഞ്ഞല്ലോ ഡാർക്ക് എലമെൻസിനകത്ത് ഈ നമ്മുടെ അപ്സൈഡ് ഡൗണിൽ കാണുന്ന ആ ഒരു ശരിക്കും എഫക്റ്റ് തന്നെ അതെല്ലാം അതിൽ കോപ്പി അടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇൻട്രസ്റ്റിംഗ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമ്മാ അതിൻ്റെ ഒരു വിഷ്വൽ ട്രീറ്റിന് വേണ്ടി കണ്ടിരിക്കാം. പക്ഷെ അൾട്ടിമേറ്റ്ലി സ്ട്രേഞ്ചർ തിങ്സ് പോലെ ഒന്നുമല്ലടാ. അതിൻ്റെ 10-ലോ 20-ലോ ഒന്നും ബഡ്ജറ്റ് പോലും ഈ സാധനത്തിനുണ്ടോ എന്ന് എനിക്കറിയില്ല. ബട്ട് ചെയ്തു വെച്ചത് അത്യാവശ്യം പെർഫെക്റ്റ്ലി ആണ്. പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്കൊരു എക്സൈറ്റ്മെൻറ്റ് ഈ സീരീസിലില്ല. സാധാരണ ഒരു കൊറിയൻ സീരീസ് അറ്റ്ലീസ്റ്റ് ഫസ്റ്റ് എപ്പിസോഡിൽ എക്സൈറ്റിംഗ് ആയാലും രണ്ടാമത്തെ എപ്പിസോഡിലായാലും മൂന്നാമത്തെ എപ്പിസോഡ് തുടങ്ങിയൊരു പകുതിയാകുമ്പോൾ നമുക്ക് നമ്മളൊന്ന് പിടിച്ചെടുക്കും, അത് ഫുള്ള് കണ്ട് തീർക്കാം എന്നുള്ളൊരു മെൻറ്റാലിറ്റി നമുക്ക് കിട്ടും. പക്ഷേ ഇതിനകത്ത് ആ ഒരു വോ ഫാക്ടർ എക്സൈറ്റ്മെൻറ്റ് ഒട്ടുമില്ല. ടോട്ടലി ഞാൻ ഡിസപ്പോയിൻറ്റഡ് ആണ്. ഒറ്റയടിക്ക് ബിഞ്ച് വാച്ച് ചെയ്തിട്ട് ഒരു എക്സൈറ്റ്മെൻറ്റോ എന്തോ ഒരു ഹാപ്പിയോ അങ്ങനത്തെ ഒരു ഫീലിംഗ് ഇതിനകത്ത് കിട്ടില്ല. ഇതിൻ്റെ ഇടയ്ക്ക് ത്രില്ലർ, ഇതൊരു ഡ്രാമയാണ്, അതിൻ്റെ ഇടയിൽ ത്രില്ലിങ് എലമെൻറ്റ്സ് കയറ്റാൻ നോക്കുന്നത്. ലാസ്റ്റ് എങ്ങനെയാണ്
ഞാൻ പറഞ്ഞ സ്പോയിലർ ഇപ്പോൾ നിങ്ങൾക്ക് കാണണമെങ്കിൽ കണ്ടോ, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അതായത് ആരാണ് പുള്ളിക്കാരനെ കൊന്നത് അങ്ങനെയൊക്കെ കണ്ടുപിടിച്ച് പോകുന്നത് നമുക്ക് ത്രില്ലിംഗ് ആയിട്ട് തോന്നും. പക്ഷേ വേണമെങ്കിൽ കണ്ടിരിക്കാം. പക്ഷേ എന്താ പറയുക, മസ്റ്റ് വാച്ച് എന്നോ ഷുഡ് വാച്ച് അങ്ങനെ ഒന്നും പറയാൻ പറ്റാത്തൊരു ഐറ്റം. വെറുതെ ഇതിൻ്റെ ഒരു വിഷ്വൽസിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ കണ്ടിരിക്കാം എന്നല്ലാതെ ഒട്ടും റെക്കമെൻഡ് ചെയ്യാൻ പറ്റാത്തൊരു ഐറ്റം. ഇത്രയും ഞാൻ ഡിസപ്പോയിൻറ്റഡ് ആകും എന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മുടെ നായകൻ കൊട്ടാരത്തിലോട്ട് ഈ ആത്മാക്കളെയും, ഇവിടുത്തെ ഒരു പോൺ സ്പിരിറ്റ് ആണ്, അവിടെ ഒരു ചെറിയ റിവർ പോലത്തെ ഒരു സംഭവം ഉണ്ട്, അവിടെയാണ് ഈ ആത്മാക്കളുടെ മെയിൻ കേന്ദ്രം. അപ്പോൾ അതിനെ ഒഴിപ്പിക്കാനായിട്ട് വരുമ്പോൾ പുള്ളിക്ക് സഹായത്തിനായിട്ട് രാജാവ് തന്നെ ഒരാളെ ഏൽപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അത് ഒരു കോർട്ട് മെയ്ഡാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഏൽപ്പിച്ചു കൊടുക്കുന്നത്. പക്ഷെ ശരിക്കും അത് രാജാവിൻ്റെ മകള് തന്നെയാണ്. അത് അവിടുത്തെ പ്രിൻസസ് ആണ്. പുള്ളിക്കാരിനെ അവിടെ നിന്ന് എക്സൈൽ ചെയ്താണ്, പുറത്താക്കി തന്നെ. കാരണം എന്ന് വെച്ചാൽ പുള്ളിക്കാരിക്ക് ഇതുപോലെ തന്നെ ആത്മാക്കളെ കാണാൻ പറ്റും അങ്ങനെയൊക്കെ പറഞ്ഞ് അതുകൊണ്ടാണ് പുള്ളിക്കാരനെ അവിടെ നിന്ന് പുറത്താക്കി തന്നെ. അത് യൂൻസിയോ എന്നാണ് ആക്ട്രസിൻ്റെ പേര്. ആ കൂടി ഈ സീരീസിലുള്ള പോസിറ്റീവ് എന്ന് പറഞ്ഞ രണ്ട് കാര്യങ്ങൾ. ഒന്ന് ഇതിൻ്റെ വിഷ്വൽസ്, രണ്ടാമത് ഈ ഇവളുടെ യൂൻസിയോൻ്റെ ഒരു പെർഫോമൻസ്. പുള്ളിക്കാരി അത്യാവശ്യം നൈസാണ്, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഈ സീരീസ് പിന്നെ ഒന്ന് കണ്ടിരിക്കാമെന്ന് തോന്നുന്നു. പുള്ളിക്കാരുടെ ഒരു പെർഫോമൻസ് വെച്ചിട്ട് മാത്രമല്ല, നമ്മുടെ നായകൻ്റെ പെർഫോമൻസ് ആണെങ്കിലും അത്രത്തോളം എക്സൈറ്റിംഗ് അല്ല. ഒന്നാമത് ഈ ക്യാരക്ടർ തന്നെ ഒരു ലേസി ആയിട്ടുള്ള ഒരു വേറെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. അപ്പോൾ ടോട്ടലി ഡിസപ്പോയിൻറ്റിംഗ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം, ജസ്റ്റ് ഒരു ചുമ്മാ ഒരു ഭംഗി കണ്ടിരിക്കണമെങ്കിൽ കാണാം. അല്ലാതെ ഈ പറഞ്ഞ നെറ്റ്ഫ്ലിക്സിൻ്റെ ഒരു സീരീസ് ആണ് അല്ലെങ്കിൽ ഇത്രയും വലിയ സംഭവം ഉണ്ട് അങ്ങനെ കരുതിയൊന്ന് മസ്റ്റ് വാച്ച് ആയിട്ട് കാണാനുള്ള ഒന്നും ഈ സീരീസിലില്ല. നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ചിലപ്പോൾ നിങ്ങൾ കണ്ടത് നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കും,